സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഷഹനാദാണ്. എന്തെല്ലാടോ, എല്ലാവർക്കും സുഖമാണോ? ഉഷാറായിട്ട് പഠിക്കുന്നുണ്ട് നിങ്ങള്? നോക്കൂ, വരാൻ പോകുന്ന PSC പരീക്ഷകൾ, അത് 10th ലെവൽ ആയിക്കോട്ടെ, +2 ലെവൽ ആയിക്കോട്ടെ, ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ, ഏതൊരു പരീക്ഷയ്ക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ടോപ്പിക്കാണ് കേരള ഭൂമിശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്കിനകത്ത് ഉൾപ്പെട്ട കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. കേരള ഭൂമിശാസ്ത്രത്തിന്റെ പ്ലേലിസ്റ്റ്, ഇതുവരെ എടുത്ത ക്ലാസ്സുകളുടെ ലിങ്ക് മുകളിൽ കൊടുക്കും. ആ ക്ലാസ്സുകളൊക്കെ കൃത്യമായിട്ട് ഓർഡറിൽ കാണുക. എല്ലാ PDF-ഉം നല്ല അടിപൊളി PDF ആണ്, നിങ്ങൾക്ക് പിറകിൽ കാണാൻ പറ്റും. ഈ PDF ഒക്കെ ഫ്രീ ആയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലുണ്ട്. ടെലഗ്രാമിന്റെ ലിങ്ക് എവിടെയുണ്ട്? തൊട്ടു താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലെങ്കിൽ നമ്മുടെ കമന്റിൽ ഉണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് തുടങ്ങാം. ഉഷാറല്ലേ എല്ലാവരും? കേരളത്തില് വന്യജീവി സങ്കേതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ ഒരു കേരളത്തിലെ പ്രധാനപ്പെട്ട ഫോറസ്റ്റ് ഏരിയയിൽ ഏതെല്ലാമാണ് വന്യജീവി സങ്കേതങ്ങളായി തിരിച്ചത്? നോക്കൂ, ദേശീയോദ്യാനങ്ങൾ കേരളത്തിലുണ്ട്, വന്യജീവി സങ്കേതങ്ങളുണ്ട്, പക്ഷി സങ്കേതങ്ങളുണ്ട്. ഇങ്ങനെ 3 കാറ്റഗറിയിലാണ് പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കേരളത്തിലെ 18 വന്യജീവി സങ്കേതങ്ങളെ കുറിച്ച് നല്ലൊരു ധാരണ ഈ ക്ലാസ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് ഉണ്ടാവണം. ഇപ്പൊ കേരളത്തിൽ എത്ര വന്യജീവി സങ്കേതങ്ങളുണ്ട്? 18 വന്യജീവി സങ്കേതങ്ങളാണ് കേരളത്തിലുള്ളത്. എല്ലാവർക്കും അറിയാം. അറിയാത്തവർ ഇപ്പോൾ പഠിക്കുക. കേരളത്തിലെ വന്യജീവി സങ്കേതങ്ങളുടെ എണ്ണം 18 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആ ഒരു ഏരിയയില് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള വന്യജീവി സങ്കേതം കാസർഗോഡാണോ? അല്ല, കണ്ണൂരാണ് ആ വന്യജീവി സങ്കേതം. അത് ഏതാണ്? അത് ആറളം വന്യജീവി സങ്കേതമാണ്. എന്നാൽ കേരളത്തിന്റെ തെക്കേ അറ്റം ചോദിച്ചു കഴിഞ്ഞാൽ അത് തിരുവനന്തപുരത്തുള്ള നെയ്യാർ വന്യജീവി സങ്കേതമാണ്. കൃത്യമായിട്ട് പഠിക്കണം. തെക്ക് നെയ്യാർ, വടക്ക് ആറളം. അതിനിടയിൽ 18, ആകെ മൊത്തം 18 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഇവിടെ കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം, അത് പെരിയാറാണ്. കൃത്യമായിട്ട് പഠിക്കണേ. ഇച്ചിരി സ്പീഡിലായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്ലോ ആക്കി കാണാം. വീണ്ടും ഈ ക്ലാസ് ഒന്ന് കണ്ടു നോക്കാം. പെരിയാർ. കേരളത്തിലെ ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം ഏതാണ് മക്കളെ? അത് കൊച്ചിയുടെ ശ്വാസകോശം എന്നൊക്കെ വിളിക്കുന്ന എറണാകുളം ജില്ലയിലെ മംഗളവനം എന്ന് പറയുന്ന ഒരു ചെറിയൊരു പക്ഷി സങ്കേതമല്ലേ? അതൊരു വന്യജീവി സങ്കേതമാണ്. മംഗളവനം വന്യജീവി സങ്കേതമാണ് ഏറ്റവും ചെറിയ വന്യജീവി സങ്കേതം. ഏറ്റവും വലുത് പെരിയാറാണ്. ഇങ്ങനെയാണെങ്കിൽ ഈ 18 വന്യജീവി സങ്കേതങ്ങളിൽ ഏറ്റവും കൂടുതൽ വന്യജീവി സങ്കേതങ്ങളുള്ള ജില്ല ഏതാണെന്ന് ചോദിച്ചാലോ, അതിന്റെ ഉത്തരം ഇടുക്കിയാണ്. വയനാടല്ല, ഏതാണ്? ഇടുക്കിയാണ്. 4 വന്യജീവി സങ്കേതങ്ങളുണ്ട്. നമുക്ക് ഏറ്റവും വലിയ വന്യജീവി സങ്കേതമായ പെരിയാർ പഠിച്ചു തുടങ്ങാം. പെരിയാറിന്റെ മറ്റൊരു പേര് എല്ലാവർക്കും അറിയാം. അറിയാത്തവർ പഠിക്കുക. തേക്കടി എന്നൊക്കെ നിങ്ങൾ കേൾക്കാറില്ലേ? അപ്പൊ തേക്കടി വന്യജീവി സങ്കേതം എന്നറിയപ്പെടുന്നത് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതമാണ്. കേട്ടോടാ മക്കളെ? അപ്പൊ അത് കിട്ടുമല്ലോ? കിട്ടും. സൗണ്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. കേരളത്തിൽ ഏറ്റവും വലുതാണെന്ന് പറഞ്ഞു, തേക്കടി എന്നൊരു പേരുണ്ടെന്ന് പറഞ്ഞു. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ്. ഓരോ വന്യജീവി സങ്കേതത്തിന്റെ വർഷവും നിങ്ങൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കും എല്ലാവരും. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമായ പെരിയാർ വന്യജീവി സങ്കേതം 1950 കേരളം ഈ പറയുന്ന ഇന്ത്യ റിപ്പബ്ലിക്കായ സമയത്ത് കേരളത്തിനകത്ത് ഒരു വന്യജീവി സങ്കേതമായിട്ട് പെരിയാർ വരുന്നു. 1950, മറക്കണ്ട. അപ്പൊ ശബരിമല നമ്മളെല്ലാവരും അല്ലെ വളരെ ഭക്തിയോടുകൂടി കാണുന്ന സന്നിധാനം, ആ ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഈ പെരിയാർ വന്യജീവി സങ്കേതത്തിനുള്ളിലാണ്. അറിയാലോ നിങ്ങൾക്ക്. അതുകൊണ്ടല്ലേ പല സംഭവങ്ങളും നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ ഫോറസ്റ്റിന്റെ ചട്ടങ്ങൾ പറയുന്നില്ലേ, ശബരിമലയിലേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ കാനനപാതയിലൂടെ പോകണ്ടേ. അപ്പൊ നോക്കൂ, ശബരിമല പെരിയാർ വന്യജീവി സങ്കേതത്തിലാണ്, തെറ്റിക്കരുത്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം എന്ന് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ശബരിമലയ്ക്കുള്ള പെരിയാറിലെ കടുവയുണ്ട്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രവും ഈ പെരിയാറാണ്, അഥവാ തേക്കടിയാണ്. ഇതിന്റെ പ്രത്യേകത, ഇന്ത്യയിൽ ഒരുപാട് കടുവ സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട്. നമുക്കറിയാം, ഇന്ത്യയുടെ ദേശീയ മൃഗമാണ് കടുവ. അതുകൊണ്ട് തന്നെ കടുവയെ സംരക്ഷിക്കുന്ന ടൈഗർ റിസർവുകൾ ഇന്ത്യയിലുണ്ട്. അങ്ങനെ പല ടൈഗർ റിസർവുകൾ ഇങ്ങനെ തുടങ്ങി 10ാമത്തെ ടൈഗർ റിസർവ് ആയിട്ടാണ് ഇന്ത്യയിൽ ഏത് വരുന്നത്? നമ്മുടെ കേരളത്തിലെ പെരിയാർ. കേരളത്തിലെ ആദ്യത്തേതും ഇന്ത്യയിലെ 10ാമത്തേതും. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ത്യയിലെ 10ാമത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ആദ്യത്തെ കടുവ സംരക്ഷണ കേന്ദ്രമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതമാണ്. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതമാണ് പെരിയാർ അഥവാ തേക്കടി. പഠിച്ചല്ലോ. ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുന്ന വന്യജീവി സങ്കേതമാണ്. ലോക ബാങ്കിന്റെ ഒരു പ്രോജക്റ്റ്, ഒരു പദ്ധതി നോക്കൂ, ബക്കർലിപ്പ്. ഒരു PYQ ആണ്. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ കാണാം. ഞാൻ അതിന്റെ ഒരു പൂർണ്ണ രൂപം ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ബക്കർ ലിപ്പ്, ബക്കറ്റ് അല്ല ബക്കർ, ബയോഡൈവേഴ്സിറ്റി കൺസർവേഷൻ റൂറൽ ലൈവ്ലിഹുഡ് ഇംപ്രൂവ്മെന്റ് പ്രോഗ്രാം. ഇതിന്റെ ഭാഗമായിട്ട് ഈ ഒരു ബക്കർ ലിപ്പ് പഠന പദ്ധതി നടപ്പിലാക്കുന്ന കേരളത്തിലെ ഈ 18 വന്യജീവി സങ്കേതങ്ങളിൽ നടപ്പിലാക്കുന്ന സങ്കേതം എന്ന് ചോദിച്ചാൽ, വന്യജീവി സങ്കേതം ചോദിച്ചാൽ നിങ്ങൾ പറയണം അത് പെരിയാറാണ്. അപ്പൊ ബക്കർ ലിപ്പ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തേക്കടി അഥവാ പെരിയാർ കിട്ടും. മനോഹരമായൊരു ഇതിനൊരു ചിത്രം എന്ന് വെച്ചാൽ ഒരു മാപ്പ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ നിങ്ങൾ. ഇതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് വെച്ചാല് 3 ജില്ലകളിലാണ് നമ്മുടെ പെരിയാർ വന്യജീവി സങ്കേതം ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നത്. വേമ്പനാട്ട് കായൽ ഞാൻ ഇതുപോലെ നിങ്ങളെ പഠിപ്പിക്കും, ഏതെല്ലാം ജില്ലകളിലൂടെ വേമ്പനാട്ട് കായലുണ്ട്. പെരിയാർ നദി നമ്മൾ പഠിച്ചു, നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയി നോക്ക് നിങ്ങൾ. പെരിയാർ നദി അതിമനോഹരമായിട്ട് ആ നദിയുടെ ഒഴുക്കും അതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടോ ക്ലാസ്? അപ്പൊ അതുപോലെ പെരിയാർ ടൈഗർ റിസർവ് അല്ലെങ്കിൽ പെരിയാർ വന്യജീവി സങ്കേതത്തെ നിങ്ങൾ മനസ്സിലാക്കണം. മാപ്പിലൂടെ ജോഗ്രഫി പഠിക്കുക, അതാണ് ഏറ്റവും രസം. അപ്പൊ നമ്മുടെ തെക്ക് നിൽക്കുന്ന ഇടുക്കി മേഖലയില് ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലയിലെ കുറച്ച് ഏരിയ, പത്തനംതിട്ട ജില്ലയിലെ കുറച്ച് ഭാഗങ്ങൾ, ഇടുക്കിയിലെ കുറച്ച് ഭാഗങ്ങൾ, ഇങ്ങനെ 3 ജില്ലയിലൂടെ വ്യാപിച്ചു കിടക്കുകയാണ്. 777 ചതുരശ്ര കിലോമീറ്റർ ആണ്. നല്ല സംഖ്യ അല്ലേ? 3 ജില്ല, 777 രസമാണ്. അപ്പം തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും, പല റാങ്ക് ഫയലും പലത് കാണുന്നുണ്ട് മാഷേ. നിങ്ങൾ കമന്റ് ചെയ്തോളൂ, എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഭാവിയിൽ എപ്പോഴെങ്കിലും നിങ്ങൾ ക്ലാസ് കാണുമ്പോൾ എന്തെങ്കിലും മാറ്റം വന്നാൽ ഞാനത് പിൻ ചെയ്ത് വെക്കും കേട്ടോ. കാരണം PSC ഇപ്പോൾ പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളും പ്രത്യേകിച്ച് ജോഗ്രഫിയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ അപ്ഡേഷൻസ് ഒക്കെ ഇങ്ങനെ വരുമ്പോൾ അത് മാറ്റും. അപ്പൊ ചില റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ ചില പ്രധാനപ്പെട്ട സൈറ്റുകളിലൊക്കെ സംഖ്യകൾ ഇങ്ങനെ മാറാറുണ്ട്, അതിന്റെ വിസ്തീർണം കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും. അപ്പൊ അതിനനുസരിച്ച് PSC മാറ്റും. അപ്പൊ 925 എന്നൊരു പുതിയ ഒരു സംഖ്യ കൂടിയും നമ്മളെ പെരിയാറിന്റെ വിസ്തൃതി പറയുമ്പം കടന്നു വരുന്നുണ്ട്. അത് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി രേഖകൾ പ്രകാരമാണ് 925 ചതുരശ്ര കിലോമീറ്റർ വരുന്നത്. എന്നാൽ മുൻകാലങ്ങളിൽ PSC ചോദിച്ചത് കേരള ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ഡിപ്പാർട്ട്മെന്റ് രേഖകൾ പ്രകാരം 777 ചതുരശ്ര കിലോമീറ്റർ എന്നാണ് പറയുന്നത്. നിങ്ങൾ ഗൂഗിൾ അടിച്ചു നോക്കിയാലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം കാണാം. അപ്പൊ നമ്മള് PSCയുടെ ആൻസർ ഏതാണെങ്കിലും ഇത് രണ്ടും വരാൻ സാധ്യതയില്ല. നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. PYക്കുമാണ് ചോദിക്കും. പെരിയാറിന്റെ വിസ്തീർണം എത്രയാണ്, വിസ്തൃതി എത്രയാണ്? 777 ചതുരശ്ര കിലോമീറ്റർ, അതല്ലെങ്കിൽ ചരിഞ്ഞ വരയിടുക 925 ചതുരശ്ര കിലോമീറ്റർ. ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കും കേട്ടോ. ഓക്കെ ആണല്ലോ? അപ്പൊ 777 ചതുരശ്ര കിലോമീറ്റർ ആണ് മുൻകാലങ്ങളിലൊക്കെ ചോദിച്ചത്. ഇനി പുതിയ കണക്ക് പ്രകാരം ചോദിക്കാം, പെരിയാർ വന്യജീവി സങ്കേതത്തിന്റെ വിസ്തൃതി എത്ര അല്ലെങ്കിൽ വിസ്തീർണം എത്ര ചോദിക്കുമ്പോൾ 925 ഓപ്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് എഴുതാം. ഓക്കെ ആണല്ലോ? ആ പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലാക്കിയത് കൊണ്ട് രണ്ടും കൊടുത്തത്. പെരിയാർ എന്ന് കേൾക്കുമ്പോൾ പെരിയാർ നദി എന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു, മുല്ലയാർ, മുതലയാർ എന്നൊക്കെ അല്ലെ. അതുപോലെ പെരിയാർ എന്ന് കേൾക്കുമ്പോൾ പെരിയ പേര് എന്നൊക്കെ, പീരുമേട്, പെരിയാർ പീരുമേട്. ഇത് ഞാൻ ഓഫ്ലൈനിൽ നമ്മുടെ ടെലഗ്രാം ക്ലാസ്സിലൊക്കെ പിള്ളേർക്ക് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്താ പറയാ? ഇരവികുളം, ദേവികുളം. ദേവിയച്ചി രാത്രി ഇങ്ങനെ കുളിക്കാൻ പോയൊരു കഥയൊക്കെ പറയാനുണ്ട്. അവിടെ ലക്കം വെള്ളച്ചാട്ടമൊക്കെ പറയാനുണ്ട് ഇരവികുളം നാഷണൽ പാർക്കിനെ കുറിച്ച് പറയുമ്പോ. അപ്പൊ ദേവികുളം, ഇരവികുളം എന്ന് പറയുന്ന പോലെ പീരുമേട്, പെരിയാർ, പീരുമേട്, പെരിയാർ അല്ലെ. പെരിയാർ ഏത് താലൂക്കിലാണ്? പീരുമേട്. ഇരവികുളം ഏത് താലൂക്കിലാണ്? ദേവികുളം. മാറരുതേ. പെരിയാർ കടുവ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ നിങ്ങൾ പഠിച്ചു, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം. ഈ പെരിയാറിന്റെ ആദ്യകാല പേരെന്തായിരുന്നു കുഞ്ഞുങ്ങളെ? നെല്ലിക്കാംപെട്ടി അല്ലെ. നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി, ഒരു ചെറിയൊരു വിനോദസഞ്ചാര കേന്ദ്രം, ഒരു ആളുകൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാക്കിയിട്ട് 1934 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അന്നത്തെ തിരുവിതാംകൂർ ഭരണാധികാരി ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 1934 തന്നെ പെരിയാർ വരുന്നുണ്ട്. അന്ന് ആ വന്യജീവി സങ്കേതത്തിന്റെ പേര് നെല്ലിക്കാംപെട്ടി എന്നായിരുന്നു കേട്ടോ. നെല്ലിക്കാംപെട്ടി പഠിക്കണം. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി വരുന്നുണ്ട്. ആ സമയത്ത് തിരുവിതാംകൂർ രാജാവ് ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയായിരുന്നു. അങ്ങനെ ആ പെരിയാർ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. ഇന്ത്യ റിപ്പബ്ലിക്കായ വർഷം 1950 നമ്മൾ പറഞ്ഞു. വന്യജീവി സങ്കേതമായി. ഏതുറക്കത്തിൽ ചോദിച്ചാലും പറയണം വർഷം. എഴുതി വെക്കുക, കൈൻ്റെ അടിയിൽ അറിയാത്തവർ ഇപ്പൊ പഠിക്കുക. പെരിയാറിനെ ടൈഗർ റിസർവ് ആക്കി പ്രഖ്യാപിച്ച വർഷം 78. ഇവിടെ നിങ്ങൾക്ക് ഇരവികുളം നാഷണൽ പാർക്ക് വരുന്നുണ്ട്, നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ പാടില്ല. അപ്പൊ 78 ടൈഗർ റിസർവ്, 50 വന്യജീവി സങ്കേതം, 34 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി. 3 വർഷങ്ങൾ കിട്ടുന്നുണ്ടോ നോക്കിക്കേ. 1934 നെല്ലിക്കാംപെട്ടി ഗെയിം സാങ്ച്വറി, 50 വന്യജീവി സങ്കേതം, 78 ടൈഗർ റിസർവ്. പഠിച്ചോ? ഇപ്പൊ തന്നെ പഠിക്കുക. 1978 പെരിയാർ ടൈഗർ റിസർവ്. അങ്ങനെയാണെങ്കിൽ പ്രൊജക്ട് എലിഫന്റ് ഇന്ത്യ മൊത്തം നടപ്പിലാക്കിയതാണ്.
തേക്കടി എന്ന് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് കണ്ടോ, ഇവിടെ ആനക്കൂട്ടങ്ങളെ കണ്ടില്ലേ, ഇതൊക്കെ തേക്കടിയിലെ ഫോട്ടോയാണ്. അപ്പൊ ആനക്കൂട്ടങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ഒരുപാട് ആനകളുണ്ട്. ഇന്ത്യയിൽ ആനകളുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ചൊരു പ്രൊജക്റ്റാണ് പ്രൊജക്ട് എലിഫന്റ്. വർഷം ചോദിച്ചാൽ 1992. അപ്പൊ കടുവയെ കുറിച്ച് പറയുമ്പോൾ നിങ്ങളെ മനസ്സിലൊരു കാര്യം വരും. ദേശീയ മൃഗമായി കടുവയെ ഭാരത സർക്കാർ സ്വീകരിക്കുന്നത് 1972 അതിനുശേഷം 1973 പ്രൊജക്ട് ടൈഗർ വരുന്നത്. പ്രൊജക്ട് ടൈഗർ PSCയുടെ സ്ഥിരം ചോദ്യമാണ്. എന്നാണ് പ്രൊജക്ട് ടൈഗർ? 73. എന്നാണ് പ്രൊജക്ട് എലിഫന്റ്? 1992. ഇത് രണ്ടും മാറരുത്. അപ്പൊ പ്രൊജക്ട് എലിഫന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ പെരിയാർ വരുന്നു 92. ഇവിടെ പെരിയാർ എന്ന് പറയുന്ന ശബരിമല സ്ഥിതി ചെയ്യുന്ന ആ ഒരു വന്യജീവി സങ്കേതത്തിനുള്ളില് അപൂർവമായി കുറെ പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന്റെ പേരാണ് മംഗളാദേവി ക്ഷേത്രം. തമിഴ്നാടും കേരളവുമായി ഇപ്പോഴും ചില ഇഷ്യൂസ് നടക്കുന്ന, വർഷത്തിൽ ഒരിക്കൽ മാത്രം തുറക്കുന്ന ഒരുപാട് പ്രത്യേകതകൾ അല്ലെ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, പ്രത്യേകിച്ച് വിശ്വാസികളാണെങ്കിൽ അല്ലെങ്കിൽ PSCയുടെ PYQ ഒക്കെ നോക്കുന്നവർക്കറിയാം, ഏത് സമയത്താണ് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഈ ഒരു ക്ഷേത്രം തുറക്കുകയുള്ളൂ. അത് അറിയുന്നവരൊന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾ കമന്റ് ബോക്സ് ചെക്ക് ചെയ്തേ കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് അറിയില്ല, ഗൂഗിളൊക്കെ ഒന്ന് സെർച്ച് ചെയ്തു. രസമാണ് ഇങ്ങനെയൊക്കെ നമ്മളിങ്ങനെ സെർച്ച് ചെയ്ത് പഠിക്കുമ്പോൾ. മംഗളാദേവി ക്ഷേത്രം പെരിയാർ റിസർവിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ആരാധനാലയം. ഇത് വർഷത്തിൽ ഒരിക്കലേ തുറക്കാറുള്ളൂ. ആ തുറക്കുന്ന ദിവസം ഒന്ന് കമന്റ് ചെയ്യും. തമിഴ്നാട് കേരളത്തിലെ ആളുകൾ വന്ന് എത്തിപ്പെടുന്ന ഒരു മനോഹരമായ ഒരു ക്ഷേത്രമാണ്. നമുക്ക് അടുത്ത വന്യജീവി സങ്കേതത്തിലേക്ക് പോയാലോ? ഇപ്പൊ നമ്മൾ ഇടുക്കിയിൽ നിൽക്കുകയാണ്, നമ്മൾ മെല്ലെ തിരുവനന്തപുരത്തേക്ക് വരിക. ഒരു ഓർഡറിലൊന്നുമല്ല ഞാൻ പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് പഠിക്കാൻ മനസ്സിലൊരു ഓർഡർ വേണം. നെയ്യാർ, കേരളത്തിന്റെ തെക്കേ അറ്റത്തെ വന്യജീവി സങ്കേതം. അവിടെ 777 ചതുരശ്ര കിലോമീറ്റർ ആണെങ്കിൽ നോക്കൂ, വളരെ കുറവല്ലേ. 128 ചതുരശ്ര കിലോമീറ്റർ മാത്രമുള്ള കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഈ പറയുന്ന അഗസ്ത്യാർകുടം മേഖല അല്ലെ, അവിടെ സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരത്തിന്റെ തെക്കുള്ള ആ ഒരു നെയ്യാറില് ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നുണ്ട്. അവിടെ ഒരു ഡാമുണ്ട് അല്ലെ. ഇവിടെ നിങ്ങൾക്ക് ക്രൊക്കഡൈലിനെ കാണാം. ക്രൊക്കഡൈൽ എന്ന് പറഞ്ഞാൽ മുതല അല്ലെ, മുതല വളർത്തൽ കേന്ദ്രമുണ്ട്. അവിടെ ഒരു ചെറിയ ദ്വീപ് പോലെ സെറ്റപ്പ് ആക്കിയിരുന്നു, മരക്കുന്നം ദ്വീപ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ മരക്കുന്നം ദ്വീപിനകത്ത് ഒരു സിംഹങ്ങളെയൊക്കെ പാർപ്പിച്ചുകൊണ്ടൊരു സഫാരി പാർക്ക്, ലയൺ സഫാരി പാർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ഈ നെയ്യാറിൽ ലയൺ സഫാരി പാർക്ക് ഉണ്ടോ? അവിടെ സ്ഥിതി ചെയ്യുന്നവർക്കും അല്ലെങ്കിൽ ആ നാട്ടുകാർക്കും അറിയാം. ഞാൻ അതിനൊരു പത്രക്കാട്ടിക്കും കൊടുക്കാം. നെയ്യാറിലെ ലയൺ സഫാരി പാർക്കിൽ നിന്നും ഉയർന്നിരുന്ന സിംഹഗർജനങ്ങൾ നിലച്ചു. കൊറോണ സമയത്തിന് ശേഷം ഒരു 2 വർഷം മുമ്പുള്ള ഒരു ന്യൂസ് ആണ്. അവിടെ അല്ലെ ബിന്ദു എന്ന് സിംഹം ചത്തോടെ എന്നൊക്കെ പറയുന്നുണ്ട്. ചുരുക്കി പറഞ്ഞാൽ 1984 ശ്രദ്ധിക്കണേ, അവിടെ നെയ്യാറിൽ ഒരു ലയൺ സഫാരി പാർക്ക് ആരംഭിച്ചിരുന്നു. ഈ കഴിഞ്ഞ 2-3 വർഷം മുമ്പ് അവിടുത്തെ ആ സിംഹങ്ങളൊക്കെ ചത്തുപോയതിന്റെ ഭാഗമായിട്ട് അതിപ്പോ ഇല്ല. ഇനി ഭാവിയിൽ സെറ്റപ്പ് ആക്കി എടുക്കുമായിരിക്കും. ഞാനിപ്പോ ക്ലാസ് എടുക്കുമ്പോഴുള്ള കാര്യം പറഞ്ഞു കേട്ടോ. അപ്പൊ നെയ്യാറിൽ ഒരു ലയൺ സഫാരി പാർക്ക് ഉണ്ട്. അത് വരുന്നത് 84 ശ്രദ്ധിക്കണം. എന്നാൽ നെയ്യാർ വന്യജീവി സങ്കേതം വരുന്നു 1958. പെരിയാർ 50-ലാണെങ്കിൽ 58-ൽ നെയ്യാർ. അവിടെ ഈ പറഞ്ഞ മുതലയെ കുറിച്ച് ആലോചിക്കുക. സ്റ്റീവ് ഇർവിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇല്ലേടാ. സ്റ്റീവ് ഇർവിൻ ആരായിരുന്നു? സ്റ്റീവ് ഇർവിൻ എന്ന് കേൾക്കുമ്പോൾ PSC പഠിക്കൊന്നും വേണ്ട, നമുക്ക് മനസ്സിലേക്ക് ഒരു ചിത്രം ഓർമ്മ വരും അല്ലെ. എന്തിന്റെ കുത്തുകൊണ്ടായിരുന്നു അദ്ദേഹം മരണപ്പെട്ടു എന്നൊരു ഓർമ്മ. ഇപ്പൊ മുതലകളെ മനസ്സിലേക്ക് വരുമ്പോൾ സ്റ്റീവ് ഇർവിന്റെ ഒരു അല്ലെ, നമ്മുടെ നാഷണൽ ജോഗ്രഫി ഇതൊക്കെ ഡിസ്കവറി ചാനലൊക്കെ കാണില്ലേ, അതിനകത്തൊക്കെ അദ്ദേഹം ഉണ്ടായിരുന്നില്ലേ. അപ്പൊ സ്റ്റീവ് ഇർവിൻ പാർക്ക് എവിടെയുണ്ട് ചോദിക്കും. പല പേരുകള് KK നീലകണ്ഠന്റെ പേരില് എവിടെയാണുള്ളത്? അത് ചൂലന്നൂരിലാണ്. അതുപോലെ തന്നെ സ്റ്റീവ് ഇർവിന്റെ പേരിൽ എവിടെയാണ്? സലീം അലിയുടെ പേര്. ഇങ്ങനത്തെ പേരുകളൊക്കെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ സ്റ്റീവ് ഇർവിൻ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിലാണ്. അവിടെ ഒരു അഗസ്ത്യാർ ക്രൊക്കഡൈൽ റീഹാബിലിറ്റേഷൻ ആൻഡ് റിസർച്ച് സെന്റർ ഉണ്ട്. ഓക്കെ ആണോ? അഗസ്ത്യ ബയോസ്ഫിയർ, അഗസ്ത്യമലയിലെ തിരുവനന്തപുരത്തുള്ള തെക്ക് ഭാഗത്തുള്ള നമ്മൾ മലനാട് പഠിപ്പിച്ചാട്ടോ. അവിടെ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള വന്യജീവി സങ്കേതങ്ങളിൽ പെട്ടതാണിത്. തിരുവനന്തപുരത്ത് തെക്ക് ഭാഗത്ത് ഈ അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ട് 3 വന്യജീവി സങ്കേതങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നെയ്യാറ്, ഒന്ന് കൊല്ലം ജില്ലയിലെ ശെന്തുരുണി, ഒന്ന് ഈ തിരുവനന്തപുരത്തിനുള്ള പേപ്പാറ. 3ഉം പഠിക്കണം. അഗസ്ത്യമല ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമായിട്ടുള്ള തെക്കുള്ള 3 വന്യജീവി സങ്കേതങ്ങളാണ് പേപ്പാറ, നെയ്യാറ്, ശെന്തുരുണി. ഇതിൽ നെയ്യാറ് നമ്മളിപ്പം പഠിക്കുകയാണ്. 1958 വന്നോ. അവിടെ മുതല ക്രൊക്കഡൈലുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി. 2022 കേന്ദ്ര മൃഗശാല അതോറിറ്റി അംഗീകാരം റദ്ദാക്കിയ നെയ്യാർ വന്യജീവി സങ്കേതത്തിന്റെ ഭാഗമായ പാർക്കായിരുന്നു ലയൺ സഫാരി പാർക്ക്. ഞാൻ പറഞ്ഞു
ആ ലയൺ സഫാരി പാർക്ക് എവിടെയായിരുന്നു സ്ഥിതി ചെയ്യുന്നത്? മരക്കുന്നം ദ്വീപിലായിരുന്നു. നെയ്യാർ ഡാമിന്റെ ഉള്ളിലുള്ള ഒരു മരക്കുന്നം ദ്വീപിലായിരുന്നു. ഏത് പാർക്കിന്റെ മാതൃകയിലായിരുന്നു നെയ്യാർ ലയൺ സഫാരി പാർക്ക് നിർമ്മിച്ചിരുന്നത്? ഒരു PYQ ആണ്. അത് ഹൈദരാബാദിലെ നെഹ്റു സുവോളജിക്കൽ പാർക്കിന്റെ മോഡലായിരുന്നു. ഇപ്പൊ നിലവിൽ അവിടെ സിംഹങ്ങളൊന്നും ഇല്ല എങ്കിലും 1984 ആരംഭിച്ച കേരളത്തിലെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫാക്ട് കൂടിയാണ്. കാരണം ഒരു ലയൺ സഫാരി പാർക്ക് കേരളത്തിൽ ഇല്ലായിരുന്നു. അപ്പൊ അത്തരത്തില് ഇനി ഭാവിയിൽ ഒരുപാട് വരാം. പക്ഷേ നിലവിൽ ആലോചിക്കുക, കേരളത്തിലെ ആദ്യത്തെ ലയൺ സഫാരി പാർക്ക് നെയ്യാറിലായിരുന്നു. ആ നെയ്യാറിൽ മരക്കുന്നം ദ്വീപിലായിരുന്നു. 84 തുടങ്ങിയിരുന്നു. ഒരു 3 വർഷം മുമ്പ് എന്ത് ചെയ്തു? അവിടെ സിംഹങ്ങളൊക്കെ ഇല്ലാതെ ഇപ്പൊ അത് ആക്റ്റീവ് അല്ല എന്നേ ഉള്ളൂ. അവിടെ ഉണ്ട് കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഇനി നമുക്ക് വയനാട്ടിലേക്ക് പോയാലോ? ഒറ്റയടിക്ക് നമ്മൾ തെക്ക് നിന്നും വടക്കോട്ട് പോവുകയാണ്. വയനാട് വലിയൊരു വന്യജീവി സങ്കേതമാണ്. കാരണം കേരളത്തിലെ വലുപ്പം കൊണ്ട് പെരിയാർ കഴിഞ്ഞാൽ, തേക്കടി കഴിഞ്ഞാൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന വലിയൊരു വന്യജീവി സങ്കേതം. കാരണം ഇടുക്കിയിൽ ഏറെക്കുറെ പെരിയാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി നമുക്ക് മറ്റൊരു ഫോറസ്റ്റ് കൂടുതൽ ഏരിയ വയനാടാണ് അല്ലെ? അപ്പൊ വയനാട് കർണാടക തമിഴ്നാട് അതിർത്തികൾ പങ്കിടുന്ന ഒരു ജില്ലയാണ് വയനാട്. ഒരു ഭാഗത്ത് ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് ഉണ്ട്, നിങ്ങൾക്കറിയാം കർണാടകയിലാണ്. ഒരു ഭാഗത്ത് തമിഴ്നാട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന മുതുമല വന്യജീവി സങ്കേതമുണ്ട്. ഇപ്പൊ തമിഴ്നാട്ടിൽ ഊട്ടിയിലൊക്കെ പോകുന്നവർക്കറിയാം. ഊട്ടിയിലൊക്കെ പോകുന്ന നിങ്ങൾ ചിന്തിക്കുക, വയനാട്ടിലൂടെയൊക്കെ ഊട്ടിയിലേക്ക് പോകാറില്ലേ? ഇനിയിപ്പോ തെക്കുള്ള തിരുവനന്തപുരം കൊല്ലംകാർക്കും ചിന്തിക്കാം. അങ്ങ് വയനാട് സുൽത്താൻ ബത്തേരി എന്ന് പറയുന്ന ഏരിയ ഒക്കെ, അവിടെ 2 സംസ്ഥാനങ്ങളുണ്ട്. ഒരു ഭാഗത്ത് കർണാടക മൈസൂരേക്ക് പോകാം, ഒരു ഭാഗത്ത് ഊട്ടിയിലേക്ക് പോകാം. അപ്പൊ മുതുമല എന്ന് പറയുന്ന വന്യജീവി സങ്കേതമുണ്ട്. കർണാടകയിലേക്ക് നോക്കുകയാണെങ്കിൽ ബന്ദിപ്പൂർ ഉണ്ട്. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോറസ്റ്റ് കേരളത്തിൽ വയനാടുണ്ട്. അതാണ് വയനാട് വന്യജീവി സങ്കേതം വന്ന വർഷം 1973. 50 പെരിയാർ, 58 നെയ്യാർ, 73 വയനാട്. കൃത്യമായിട്ട് വർഷം പഠിക്കണം. 1973. നേരത്തെ പറഞ്ഞു പ്രൊജക്ട് ടൈഗർ അല്ലെ? കേശവാനന്ദ ഭാരതി കേസ് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ 73 നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ പ്രൊജക്ട് ടൈഗർ വന്ന സമയത്ത് വയനാട് ടൈഗർ റിസർവ് അല്ല, പക്ഷേ വയനാട് വന്യജീവി സങ്കേതം വന്നു. ഇതിന്റെ പേരുകൾ നിങ്ങൾ മുത്തങ്ങ 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 എന്നൊക്കെ കേൾക്കാറുണ്ടാവും അല്ലെ? അപ്പൊ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നും, അതുപോലെ വയനാട്ടിലെ ഒരു പ്രദേശമാണ് ഈ വന്യജീവി സങ്കേതത്തിനുള്ളിലുള്ള പ്രദേശമാണ് തോൽപ്പെട്ടി. കർണാടകയിലേക്ക് പോകുന്ന ഒരു ഏരിയയാണ് തോൽപ്പെട്ടി, മാനന്തവാടിക്ക് അടുത്തുള്ള സ്ഥലം. അപ്പൊ തോൽപ്പെട്ടി വന്യജീവി സങ്കേതം എന്നോ മുത്തങ്ങ വന്യജീവി സങ്കേതം എന്നോ ബേഗൂർ, ഈ പേരൊരു പക്ഷെ എല്ലാവർക്കും പരിചയം ഉണ്ടാവില്ല. ബേഗൂർ വന്യജീവി സങ്കേതം എന്നും അറിയപ്പെടുന്നത് വയനാട് വന്യജീവി സങ്കേതമാണ്. അപ്പൊ നോക്കൂ, ഇഷ്ടപ്പെട്ട് പഠിച്ച് കർണാടക തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന വയനാട് വന്യജീവി സങ്കേതം 1973 വരുന്നു. മുത്തങ്ങ വന്യജീവി സങ്കേതം, തോൽപ്പെട്ടി വന്യജീവി സങ്കേതം, ബേഗൂർ വന്യജീവി സങ്കേതം എന്നീ പേരുകൾ അറിയപ്പെടുന്നു. വർഷം 73. അവിടെ പ്രധാനമായിട്ടുള്ളത് ഫോട്ടോ കണ്ടാൽ മനസ്സിലാവും ഇത് വയനാടുള്ളിലാണ്. എപ്പോഴും ഞാനൊക്കെ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ മിക്കവാറും കാണുന്നതാണ് ആനകളെ അല്ലെ? ഒരുപാട് ആനകളുണ്ട്. അപ്പൊ ആനയാണ് അവിടുത്തെ പ്രധാനപ്പെട്ട സംരക്ഷിക്കപ്പെടുന്ന മൃഗം. നീലഗിരി ബയോസ്ഫിയർ, ഇപ്പൊ ഊട്ടിയൊക്കെ നീലഗിരിയുടെ ഭാഗമല്ലേ? അപ്പൊ നീലഗിരി ബയോസ്ഫിയർ റിസർവിന്റെ ഭാഗമാണ് നമ്മുടെ വയനാട്. വയനാട് വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന 2 പ്രധാനപ്പെട്ട താലൂക്കുകളിലാണ്. പീരുമേടാണ് പെരിയാർ എന്ന് പറഞ്ഞു അല്ലെ? അതുപോലെ തന്നെ സുൽത്താൻ ബത്തേരി, മാനന്തവാടി 2 താലൂക്കുകൾ, 2 പ്രധാനപ്പെട്ട നിയോജക മണ്ഡലങ്ങൾ കൂടിയാണ്. ആകെ 3 നിയോജക മണ്ഡലങ്ങളാണ് വയനാടുള്ളത്. ഒന്ന് കൽപ്പറ്റ, ഒന്ന് സുൽത്താൻ ബത്തേരി, ഒന്ന് മാനന്തവാടി. 3 അസംബ്ലി മണ്ഡലങ്ങൾ. അതിനകത്ത് 2 താലൂക്കുകൾ ആലോചിക്കുക, ഒന്ന് മാനന്തവാടി താലൂക്ക്, ഒന്ന് സുൽത്താൻ ബത്തേരി. ഇവിടെയാണ് എന്തുള്ളത്? നമ്മുടെ വയനാട് വന്യജീവി സങ്കേതമുള്ളത്. അതിന്റെ സമീപത്തുള്ള മറ്റു വന്യജീവി സങ്കേതങ്ങൾ എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ മുതുമല, നിങ്ങൾ കാണല്ലേ, മസ്തന്നഗുഡി വഴി ഊട്ടിക്ക് എന്നൊക്കെ പറഞ്ഞു പോകുന്ന റൂട്ട്. അപ്പൊ അതാണ് മുതുമല വന്യജീവി സങ്കേതം. അതുപോലെ നിങ്ങൾ ബന്ദിപ്പൂർ എന്ന് കേൾക്കാം. നാഗർഹോള, രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് ഉണ്ട്. കുടകിലേക്കൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നവർക്കറിയാം, വയനാടിലൂടെ ഈ തോൽപ്പെട്ടി കുട്ട വൈക്കൊക്കെ പോകുന്നവർക്കറിയാം, അവിടെയാണ് നാഗർഹോള നാഷണൽ പാർക്ക് ഉള്ളത്. രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക് എന്ന് പറയും. PYQ ആണ്, പഠിച്ചു വെക്കണം. മുതുമല വന്യജീവി സങ്കേതം, നാഗർഹോള അഥവാ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, ബന്ദിപ്പൂർ. മുത്തങ്ങ ഫോറസ്റ്റ് വഴി രാത്രി കാലങ്ങളിൽ മൈസൂരിലേക്ക് പോകുന്നവർക്ക് അവിടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടയ്ക്കും. നമുക്കറിയാലോ, പണ്ട് തൊട്ട് നിങ്ങൾ ന്യൂസിലൊക്കെ ഉണ്ടാവും, രാത്രി യാത്ര നിരോധിച്ച ഒരു റൂട്ടാണത്. അത് ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്കാണ് പോവുക. അപ്പൊ മുതുമല, ബന്ദിപ്പൂർ, നാഗർഹോള കൃത്യമായിട്ട് പഠിക്കുക കേട്ടോ. 1973 വയനാട് വന്യജീവി സങ്കേതം വന്ന അതേ വർഷം പറമ്പിക്കുളം വന്യജീവി സങ്കേതം പാലക്കാട് ജില്ലയിലേക്ക് വന്നേ. നമ്മൾ ഇടുക്കിയിൽ നിന്നും തിരുവനന്തപുരത്ത് നിന്നും വയനാട്ടിൽ നിന്നും വിടും,
പാലക്കാടത്തൊക്കെയാണ്. പാലക്കാടത്ത് കേൾക്കുമ്പോൾ വലിയൊരു ഫോറസ്റ്റ് നമ്മുടെ മനസ്സിലേക്ക് വരില്ല. നെൽപ്പാടങ്ങളും വരണ്ട പ്രദേശമൊക്കെ ആണെങ്കിലും പാലക്കാടിന്റെ ബോർഡർ മേഖല, തമിഴ്നാടിന്റെ ബോർഡർ മേഖലയിൽ മനോഹരമായ നെല്ലിയാമ്പതി കുന്നുകളൊക്കെ നമുക്കറിയാം അല്ലേ? അവിടെ മനോഹരമായി കിടക്കുന്ന പറമ്പിക്കുളം എന്ന് പറയുന്ന ഒരു ടൈഗർ റിസർവ് ഉണ്ട്, ഒരു വന്യജീവി സങ്കേതമുണ്ട്. പറമ്പിക്കുളം വന്യജീവി സങ്കേതമായി മാറുന്നത് വയനാട് വന്ന അതേ വർഷമാണ് 73, പാലക്കാട് ജില്ലയിലാണ് കേട്ടോ. എന്നാൽ ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ കടുവകളുണ്ട് പറമ്പിക്കുളത്തിലെ. അപ്പൊ ഈ കടുവകളെ ഒരുപാടുണ്ടെങ്കിൽ അതിന് കടുവ സംരക്ഷണ കേന്ദ്രമാക്കും. കേരളത്തിൽ ആദ്യത്തത് പെരിയാർ. വർഷം ഓർക്കുന്നുണ്ടാകും, 1978. ഓർക്കണേ, 78. അങ്ങനെയാണെങ്കിൽ പറമ്പിക്കുളം എപ്പോൾ വന്നു ചോദിച്ചാൽ ഈ അടുത്താണ്, 2010. കൃത്യമായിട്ട് പഠിക്കണം, സ്ഥിരം PYQ ആണ്. 2010 പറമ്പിക്കുളം, 2010 പറമ്പിക്കുളം. 73 വന്യജീവി സങ്കേതം, 2010 കടുവ സംരക്ഷണ കേന്ദ്രം. ഇന്ത്യയിലെ എത്രാമത്തെയാണ്? 10ാമത്തെയായിരുന്നു പെരിയാറെങ്കിൽ 38ാമത്തെ ഇന്ത്യയിലെ കടുവ സംരക്ഷണ കേന്ദ്രം ടൈഗർ റിസർവ് ആയിട്ട് പറമ്പിക്കുളം വരുന്നു. മക്കളെ പഠിച്ചോളുക, ഇഷ്ടപ്പെട്ട് പഠിക്കുക. അവിടെ എവിടെയാണ് ഇത് സ്ഥിതി ചെയ്ത് ചോദിച്ചാൽ മുതലമടായി എന്ന് പറയുന്ന ഒരു ഗ്രാമപഞ്ചായത്തിലാണ്. താലൂക്ക് നിങ്ങൾ പഠിക്കേണ്ട, ഗ്രാമപഞ്ചായത്ത് നോട്ട് ചെയ്ത് വെക്കുക. തന്നെയുമല്ല ഒരു രസമുണ്ട് ഇവിടെ. ഈ ഒരു മുതലമട ഗ്രാമപഞ്ചായത്തിൽ പോയിട്ട് നിങ്ങൾക്ക് ഇതാ ജീപ്പ് എടുത്ത് വണ്ടി എടുത്താ അങ്ങ് ടിക്കറ്റ് എടുത്ത് പഞ്ചായത്തിൽ നിന്ന് അങ്ങോട്ട് പോകാൻ പറ്റുമോ ചോദിക്കും. ഇങ്ങോട്ട് പറമ്പിക്കുളത്തേക്ക് പോകാൻ പറ്റൂല. ആലോചിക്കുക, വയനാട് നമുക്ക് വന്യജീവി സങ്കേതം മുത്തങ്ങ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നേരിട്ട് ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിനകത്തേക്ക് ഉള്ളോട്ട് കടക്കാം. അത് സഫാരി ഒക്കെ ഉണ്ട് അവിടെ. പെരിയാർ നീക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്, നെയ്യാർ നീക്കുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. എന്നാൽ പറമ്പിക്കുളത്തേക്ക് പോകണമെങ്കിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. അവിടെ ഒരുപാട് കാട്ടുപോത്തുകളുണ്ട്. സ്വാഭാവികമായിട്ടും കടുവക്ക് പിടിക്കാൻ നല്ല കാട്ടുപോത്തുകളൊക്കെ വേണ്ടേ? ചോദിക്കും, കേരളത്തില് ഏറ്റവും കൂടുതൽ കാട്ടുപോത്തുകൾ കാണപ്പെടുന്ന വന്യജീവി സങ്കേതം. ആനകൾ വയനാടുണ്ടെന്ന് പറഞ്ഞു, സിംഹങ്ങൾ മുമ്പ് ഉണ്ടായിരുന്നു നെയ്യാറിലെന്ന് പറഞ്ഞു. കാട്ടുപോത്തുള്ളത് പറമ്പിക്കുളത്താണ്. ഇഷ്ടപ്പെട്ട് പഠിക്കണേ, പാലക്കാട്. നമ്മൾ കേരളത്തിലൂടെ ഇങ്ങനെ സഞ്ചരിക്കും, ഇവിടെയൊക്കെ പോകണ്ടേ നമുക്ക്, പോവാത്തവർക്ക്. അപ്പൊ പറമ്പിക്കുളത്തിന്റെ ആസ്ഥാനം PSC ചോദിക്കാറുണ്ട്. ഈ മുതലമട എന്ന് പറയുന്ന പാലക്കാട് ജില്ലയിലെ ഗ്രാമപഞ്ചായത്തിൽ പെട്ടതാണ് പറമ്പിക്കുളമെങ്കിലും അതിന്റെ ആസ്ഥാനം ചോദിച്ചാൽ തൂണക്കടവാണ്. തൂണക്കടവ് പഠിച്ചു വെക്കുക. തോണിക്കടവല്ലേ, അത് കോഴിക്കോടാണ്. തോണിക്കടവ് മുമ്പ് അടുത്ത കാലത്ത് ഒരു PSC ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്നു. തോണിക്കടവ് വിനോദസഞ്ചാര കേന്ദ്രം എവിടെയാ? തോണിക്കടവ്. ഒരു PSC 2 വർഷം മുമ്പ് ചോദിച്ചു, തോണിക്കടവ് വിനോദസഞ്ചാര കേന്ദ്രം. മാഷെ മുഹമ്മദ് റിയാസൊക്കെ ഉദ്ഘാടനം ചെയ്ത അതെവിടെയാണ്? അത് കോഴിക്കോടാണ്. ഇത് തുണക്കടവ്. ഓക്കെയാണെ, പറമ്പിക്കുളത്തിന്റെ ആസ്ഥാനം. എന്താ പ്രശ്നം? ഈ തമിഴ്നാട് എന്ന് പറയുന്ന തൊട്ടടുത്തുള്ള സംസ്ഥാനത്തിലൂടെ സഞ്ചരിച്ചിട്ട് വേണം നമുക്ക് എങ്ങോട്ട് പോവാൻ? ഈ പറമ്പിക്കുളത്തേക്ക് പോവാൻ. മനസ്സിലായോ? കേരളത്തിലൂടെ നേരിട്ട് പ്രവേശന കവാടമില്ല പറമ്പിക്കുളത്തേക്ക്. അതിന്റെ ഒരു ഏരിയ, വലിയ ഏരിയ ഫോറസ്റ്റ് കേരളത്തിലാണ്. പക്ഷെ തമിഴ്നാട്ടിലൂടെ മാത്രമേ പ്രവേശന കവാടമുള്ളൂ കേരളത്തിലെ ഈ ഒരു വന്യജീവി സങ്കേതത്തിൽ. അങ്ങനെ 18 എണ്ണത്തിൽ ഒരേ ഒരു വന്യജീവി സങ്കേതമാണ് പറമ്പിക്കുളം. റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ ഒരു വന്യജീവി സങ്കേതമാണ്. ഞാൻ ചുവപ്പിലല്ല കൊടുത്തത്, യെല്ലോയിലാണ് കൊടുത്തത്. കണ്ടോ നിങ്ങൾ? വളരെ ഇമ്പോർട്ടന്റ് പോയിന്റാ. നമ്മൾ പഠിക്കുന്ന വന്യജീവി സങ്കേതങ്ങളിൽ റെഡ് ഡാറ്റ ബുക്ക്, വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റ് ഒക്കെ ഇല്ലടോ റെഡ് ഡാറ്റ ബുക്ക്. ആ റെഡ് ഡാറ്റ ബുക്കിൽ ഇടം നേടിയ വന്യജീവി സങ്കേതമാണ്. 2010 ടൈഗർ റിസർവായി, 1973 വന്യജീവി സങ്കേതമായി. വയനാട് നമ്മൾ പറഞ്ഞു, ഒരു ഭാഗത്ത് മുതുമല തമിഴ്നാട്ടിൽ, ഒരു ഭാഗത്ത് ബന്ദിപ്പൂർ നാഗർഹോള. മക്കളെ മാപ്പൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് സൂം ചെയ്ത് നോക്ക്. നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ മാപ്പ് ഉണ്ടാവില്ലേ? എല്ലാവരുടെ ഫോണിലും. നിങ്ങൾക്ക് ഇന്ത്യയുടെ മാപ്പ് ഒന്നും വേണ്ട, ഗൂഗിൾ മാപ്പ്. എന്നിട്ട് പാലക്കാട് ജില്ല നിങ്ങൾ ചുമ്മാ അതിന്റെ ലൊക്കേഷൻ ഏതെങ്കിലും നിങ്ങളെ സ്പോട്ട് ഓൺ ആക്കിയിട്ട് പാലക്കാട് ഒന്ന് എടുക്കുക, പറമ്പികളൊക്കെ നോക്കുക. അതൊക്കെയാണ് നമ്മുടെ തലച്ചോറ് ഇങ്ങനെ വർക്കാകുമ്പോൾ നമുക്ക് ഇഷ്ടം വരും പഠിക്കാൻ. ഇങ്ങനെ ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് കോഴിക്കോട് വയനാട് ഇങ്ങനെ നീക്കിയിട്ട് നോക്കുക. പച്ച കളർ കാണാം ഫോറസ്റ്റ്. എവിടെയാണ് ഈ മാഷ് പറഞ്ഞ ബന്ദിപ്പൂര്? എവിടെയാണ് ഈ നാഗർഹോള? മുതുമല എവിടെയാണ്? അപ്പൊ ഊട്ടിയൊക്കെ ഒന്ന് നോക്ക്. എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ മാപ്പ് ഉണ്ടാവും. നമ്മൾ യാത്രകൾ പോകുമ്പോൾ ഗൂഗിൾ മാപ്പ് ഇടാറുണ്ട്. അങ്ങനെയല്ല, ജോഗ്രഫി, പെരിയാർ നദി ആയിക്കോട്ടെ, ഭാരതപ്പുഴ ആയിക്കോട്ടെ, ദേശീയോദ്യാനങ്ങളായിക്കോട്ടെ, പഠിക്കുമ്പം കേരളത്തിലൂടെയും ഇന്ത്യയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പം ഇതൊക്കെ ഒന്ന് നോക്കി ഇഷ്ടപ്പെട്ട് പഠിക്കുക. എന്ത് രസമാണ് ഇത് പഠിക്കാൻ. ഇപ്പൊ പറമ്പിക്കുളം പഠിച്ചേ, ഇന്ദിരാഗാന്ധി, അവിടെ രാജീവ് ഗാന്ധി നാഷണൽ പാർക്ക്, നാഗർഹോള നാഷണൽ പാർക്ക് എവിടെയാണ്? വയനാടാണെങ്കിൽ പാലക്കാട്. പാലക്കാട് പക്കത്തില് ഒരു അപ്പാവി പൊണ്ണ്, പാട്ടല്ല. അപ്പൊ പാലക്കാട് പക്കത്തിൽ അപ്പാവി പൊണ്ണാരാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത കേട്ടോ. ഇന്ദിരാജിയാണ്. ഇന്ദിരാഗാന്ധി അഥവാ ആനമലൈ ദേശീയോദ്യാനം, ആനമലൈ. അപ്പൊ അങ്ങനെ ആലോചിക്കണം, മുതുമല എവിടെയാണ്? ആ പാലക്കാടിനൊക്കെ കുറച്ച് മുകളിലോട്ട് എന്ന് വെച്ചാൽ
തൃശ്ശൂർ, വയനാട്, മലപ്പുറം, വയനാടിന് അങ്ങോട്ട് മുത്തുമലൈ, അതിന്റെ അപ്പുറം ബന്ദിപ്പൂർ കർണാടകയിലേക്ക് പോകുന്നു. താഴോട്ട് വരുമ്പോൾ ആനമലയുടെ മറ്റൊരു പേരാണ് ഇന്ദിരാഗാന്ധി. ഈ പറയുന്ന കോയമ്പത്തൂർ മേഖലയില, പാലക്കാട് എന്ന് പറയുമ്പോൾ പൊള്ളാച്ചി, കോയമ്പത്തൂർ ആ മേഖലയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധി ആനമലൈ നാഷണൽ പാർക്ക്. ഇഷ്ടപ്പെട്ട് പഠിക്കാം, മേപ്പക്കട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇത് ഏത് താലൂക്കിലാണ്? മുതലമട എന്ന് പറയുന്ന ഗ്രാമപഞ്ചായത്തിലാണ്. വയനാട് സുൽത്താൻ ബത്തേരി മാനന്തവാടി താലൂക്കിലാണ്. പെരിയാർ പീരുമേട് താലൂക്കിലാണ്. അങ്ങനെയാണെങ്കിൽ പറമ്പിക്കുളം ഏത് താലൂക്കിലാണെന്ന് ചോദിച്ചാൽ ചിറ്റൂർ താലൂക്കിലാണ്. ചിറ്റൂർ താലൂക്ക് പാലക്കാടുകാർക്കറിയാം. ഏഷ്യയിലെ ഏറ്റവും വലിയൊരു തേക്കുണ്ട്. അപ്പൊ തേക്കെന്ന് കേൾക്കുമ്പം നിലമ്പൂർ തേക്ക് ഫോറസ്റ്റിലേക്ക് നിങ്ങൾ പോകണ്ട. നിലമ്പൂർ തേക്ക് മ്യൂസിയം ഒക്കെ ഉണ്ടെങ്കിലും ഏറ്റവും വലിയ തേക്കുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാല് അത് കന്നിമാരത്തേക്കാണ്. PSC എപ്പോഴും ചോദിക്കാറുണ്ട്. ഇതാ ഈ ഫോട്ടോ ഒക്കെ ഞാൻ കൊടുത്ത അതുകൊണ്ടാണ് കന്നിമാരത്തേക്ക്. ഇത് എവിടെയാണ്? ഇത് പറമ്പിക്കുളം വന്യജീവി സങ്കേതത്തിലാണ്. റെഡ് ഡേറ്റാ ബുക്കിൽ ഇടം നേടി എന്ന് പറയുമ്പോൾ അവിടെ പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് കേട്ടോ, മിനർ വരിയ പറമ്പിക്കുളമാന, മുപ്പര ശാസ്ത്രീയ നാമ. ഫോട്ടോ ഇതാണോ നിങ്ങൾ ഇങ്ങോട്ട് കമന്റ് ചെയ്യണം. എന്റെ പിറകിലുണ്ടാവും PDF. ഞാൻ ചുമ്മാ ഒരു ഗൂഗിൾ നോക്കുമ്പോൾ ഒരുപാട് തവളകൾ ഒരുപോലെ, രണ്ടെണ്ണത്തിന് നോക്കുമ്പോൾ ഏകദേശം ഒരുപോലെ ഉണ്ട്. അപ്പൊ ഞാൻ ഒന്നിനെടുത്ത് PDF ഇട്ടു കേട്ടോ, ഒരു തമാശ പറഞ്ഞതാണ്. അപ്പൊ പറമ്പിക്കുളം സൗണ്ട് തീരെയല്ല, പറമ്പിക്കുളം വാർട്ട് ഫ്രോഗ് എവിടെയാണ്? ഈ പറയുന്ന പറമ്പിക്കുളത്ത് റെഡ് ഡാറ്റ ബുക്കിൽ ഇടം പിടിച്ചു. വംശനാശ ഭീഷണി നേരിടുന്ന മൃഗങ്ങളുടെ പട്ടികയാണ് റെഡ് ഡാറ്റ ബുക്ക്. അത് തയ്യാറാക്കുന്ന ആരെന്ന് മുൻകാലങ്ങളിൽ PSC ചോദിച്ചിരുന്നു. IUCN ആണ്, ഇന്റർനാഷണൽ പരിസ്ഥിതി സംഘടനയായിട്ടുള്ള IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നത്. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നവരാണ് IUCN എന്ന് പറയുന്ന ഇന്റർനാഷണൽ സംഘടനയാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വന്യജീവി സങ്കേതങ്ങൾ തീർക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അവസാനമായി വന്ന വന്യജീവി സങ്കേതം. അപ്പൊ ബാക്കിയൊക്കെ തീർന്നു ചോദിക്കേണ്ട. നമ്മൾ പറമ്പിക്കുളം, നെയ്യാറ്, വയനാട്, പെരിയാർ ഇത്രയാണ് പറഞ്ഞത്, 4 അഞ്ചാമത്തെ കരിമ്പുഴയിലേക്ക് പോവാണ്. എന്താണ് കരിമ്പുഴയുടെ പ്രത്യേകത? കുറച്ച് പ്രത്യേകതകളോടെ ഞാൻ പെട്ടെന്ന് അതിലേക്ക് പോകുന്നു കേട്ടോ. കരിമ്പുഴ കേരളത്തിലെ 18ാമത്തെ വന്യജീവി സങ്കേതമാണ്. നോക്കൂ, 2019 കൊറോണ സമയം നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? 2019 ഇതിന് സർക്കാർ അനുമതി നൽകുന്നത്. ഇത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം പാലക്കാട് ബോർഡറിലാണെങ്കിലും മലപ്പുറം ജില്ല എന്ന് പറയാം. 2020 ജൂലൈ 3 ബൈഹാർട്ട് പഠിക്കണം. PYQ ആണ്. കേരളത്തിലെ അവസാനമായി രൂപീകരിച്ച വന്യജീവി സങ്കേതം എന്ന് നിലവിൽ വന്നു 2020 ജൂലൈ 3. 2020 ജൂലൈ 3 18ാമത്തെ വന്യജീവി സങ്കേതം 2019 പ്രഖ്യാപിച്ചു. അല്ലെങ്കിൽ അനുമതി കൊടുത്തു. എത്രയായിരുന്നു ഇതിന്റെ വിസ്തൃതി? എല്ലാത്തിന്റെയും വിസ്തൃതി വയനാടിന്റെ പറഞ്ഞില്ലല്ലോ, പറമ്പിക്കുളം പറഞ്ഞില്ല. പഠിക്കണം കേട്ടോ, ആവശ്യമുള്ളത് പറയും, അത് പഠിച്ചാൽ മതി. പെരിയാർ 777 ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം. 925 ഓർമ്മയില്ലേ? അതുപോലെ കരിമ്പുഴ വരുമ്പോൾ നിങ്ങൾ ബൈഹാർട്ട് പഠിക്കുക എല്ലാവരും. 227.97 റൗണ്ടാക്കാൻ വേണമെങ്കിൽ 227.97 ഇതാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം. ഇതുമായിട്ട് അതിർത്തി പങ്കുവെക്കുന്ന ദേശീയോദ്യാനം ഏത്? ചോദ്യമാണ്. ഇപ്പൊ നമ്മൾ ഓൾറെഡി ആനമലൈ പറഞ്ഞു, നാഗർഹോള നാഷണൽ പാർക്ക് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മലപ്പുറത്തെ ആ മേഖലയിലുള്ള ഒരു നാഷണൽ പാർക്കാണ്, തമിഴ്നാട് കേട്ടോ, മുക്കുറുത്തി. നോക്കൂ, തമിഴ്നാട്ടിലെ മുക്കുറുത്തി. കരിമ്പുഴ മുക്കുത്തിയല്ല, മുക്കുറുത്തി. നോക്കൂ, സൈലന്റ് വാലി ഞാൻ നിങ്ങളെ പഠിപ്പിക്കും. അടുത്ത ക്ലാസ് സൈലന്റ് വാലി വരുന്നുണ്ട്. ഇപ്പൊ സൈലന്റ് വാലി ഈ പറയുന്ന മണ്ണാർക്കാട് താലൂക്കിൽ ചേർന്ന് നിൽക്കുക, മലപ്പുറത്തോട് അല്ലേ, പാലക്കാട് മലപ്പുറം. അപ്പൊ അവിടെ മുക്കുറുത്തി. എന്തുകൊണ്ടാണ് മൂക്കുത്തുമ്പോ സൈലന്റ് ആയിപ്പോയത്? ഒരു കഥ പറയാനുണ്ട്. സൈലന്റ് ആ മോളെ കുറിച്ച് ഒരു കഥ പറയാനുണ്ട് കേട്ടോ, സൈലന്റ് വാലിയെ കുറിച്ച്. ഇപ്പൊ മുക്കുറുത്തി ഓർത്ത് വെച്ചേക്കുക. കരിമ്പുഴി മുക്കുറുത്തിയാണ്. മുക്കുറുത്തി നാഷണൽ പാർക്ക്, കരിമ്പുഴ. ഇന്ദിരാഗാന്ധി നാഷണൽ പാർക്ക് അഥവാ ആനമലൈ പറമ്പിക്കുളം, നാഗർഹോള രാജീവ് ഗാന്ധി വയനാട്. കിട്ടൂലേ? ഇഷ്ടപ്പെട്ട് പഠിക്കുക, കിട്ടും. അപ്പൊ മുക്കുറുത്തി, കരിമ്പുഴ. അതിനാണ് ഗൂഗിൾ മാപ്പ് ഞാൻ നോക്കാൻ പറഞ്ഞത്. മുക്കുറുത്തിയുടെ ആ പ്ലേസ് ഒന്ന് നോക്കിയ സ്പേസ് എവിടെയാണ് ചേർന്ന് നിൽക്കുന്നത്? ആനമലയൊന്ന് നോക്കുക, എവിടെയാണ് ചേർന്ന് നിൽക്കുന്നത്? എല്ലാവരും നോക്കൂലേ? ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ ഏതെങ്കിലും ഒരു മാഷ് യൂട്യൂബിൽ ക്ലാസ് എടുക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കി പഠിച്ചത് പറഞ്ഞു എനിക്ക് എന്റെ അറിവിൽ ഉണ്ടാവില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് പഠിച്ച് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ തിരിച്ചവിടെ ഒന്ന് കമന്റ് ചെയ്യണേ. ഞാൻ അങ്ങനെയൊക്കെ നോക്കിയിട്ട് എനിക്കൊരു സന്തോഷമൊക്കെ ഉണ്ട് ചങ്ങായി. ഞാൻ ഗൂഗിൾ മാപ്പ്, എല്ലാവരുടെ ഫോണിലും ഗൂഗിൾ മാപ്പ് ഉണ്ടാവും. ഞാൻ അതിൽ എങ്ങനെ അപ്പൊ നോക്കിയത് എങ്ങനെയാണ് നോക്കണ്ടേ? എടാ, പാലക്കാട് ജില്ല ചുമ്മാ നിങ്ങൾ തിരുവനന്തപുരത്തുള്ളത്, നിങ്ങൾ പാലക്കാട് അടിച്ചാൽ ഗൂഗിൾ മാപ്പ് ഇങ്ങനെ റോഡ് കാണിക്കൂലേ? എന്നിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വലുതാക്കുക പാലക്കാട്. എന്നിട്ട് അവിടെ നോക്കുക, മലപ്പുറത്തേക്ക് കരിമ്പുഴ നോക്കുക, മുക്കുറുത്തി കാണാൻ നോക്കിയേ. ഗൂഗിൾ മാപ്പിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും മുക്കുറുത്തി നാഷണൽ പാർക്ക്. ഓക്കെ, പഠിക്കണേ, നോക്കണേ. അപ്പൊ നിങ്ങൾക്ക് അത് മെമ്മറിയിൽ ഇങ്ങനെ ഉണ്ടാവും.
അവിടെയാണ് കരിമ്പുഴയില് വംശനാശ ഭീഷണി നേരിടുന്ന വരയാട്, അപൂർവമായ പന്നിമൂക്കൻ തവള. മൂപ്പര് വലിയ ആളാണ്, ഞാൻ അതുകൊണ്ട് ഇതാ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പന്നിമൂക്കൻ, ഞാൻ മൂക്ക് ചൊറിഞ്ഞ നോക്കണ്ട, അത് വേറെ ഇത് വേറെ. എനിക്ക് സൗണ്ട് ഇല്ല, തൊണ്ടവേദനയും കുറച്ചായിട്ട് ഒരു മാസത്തോളമായി സൗണ്ട് തീരെയില്ല. അതുകൊണ്ടാണ് പന്നിമൂക്കൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, കേരളത്തിന്റെ ഔദ്യോഗിക തവളയാ മൂപ്പര്. ഔദ്യോഗിക വൃക്ഷം, ഫലം അല്ലേ ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അപ്പൊ ഔദ്യോഗിക പക്ഷി ഒക്കെ പഠിക്കുമ്പം ഔദ്യോഗിക തവള, പന്നിമൂക്കൻ തവള. നോക്കൂ, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇവിടെ എഴുതിയതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക, PDF വായിച്ചു നോക്കുക. മൂപ്പരുടെ ശാസ്ത്രീയ നാമം പഠിക്കണം. അതായത് പർപ്പിൾ ഫ്രോഗ് എന്ന് വിളിക്കും കേട്ടോ. പന്നിമുക്കൻ തവളയെ പർപ്പിൾ ഫ്രോഗ്, കണ്ടോ, നിറം കണ്ടാ മനസ്സിലാവും. പന്നിമുക്കൻ, നാസിക, ആ മൂക്ക്, നാസിക ബട്രാക്കസ് സഹ്യാർദ്രൻസിസ്. PYQ ആണ്. എത്രയോ തവണ ചോദിച്ചിട്ടുണ്ട് പന്നിമുക്കൻ തവളയെ കുറിച്ച് PSC പരീക്ഷയില്. നാസിക ബട്രാക്കസ് സഹ്യാർദ്രൻസിസ് പഠിച്ചു പോണം. പർപ്പിൾ ഫ്രോഗ്, ശാസ്ത്രീയ നാമം നാസിക ബട്രാക്കസ് സഹ്യാർദ്രൻസിസ്. കരിമ്പുഴ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഞാൻ പറഞ്ഞു മലപ്പുറമാണ്. അത് ഏതെല്ലാം വനമേഖലയിലാണെന്ന് ചോദിച്ചാൽ നിലമ്പൂർ മേഖലയിലാണ് ഈ കരിമ്പുഴ. അവിടെ 2 വനമേഖലകൾ ശ്രദ്ധിക്കണം. അമരമ്പലം, ന്യൂ അമരമ്പലം എന്ന് പറയാം, വടക്കേക്കോട്ട. തിരുവനന്തപുരത്തേക്ക് പോണ്ട. ഓക്കെ, വടക്കേക്കോട്ടയും അമരമ്പലവും കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ ഉൾപ്പെടുന്ന വനമേഖലകളാണ്. മുക്കുറുത്തി, ഇവിടെ ഈ തെക്ക് വടക്ക് കിഴക്ക് എന്നൊക്കെ പറഞ്ഞ് ഞാൻ അതങ്ങോട്ട് മായച്ചേക്കാം. എന്തുകൊണ്ടറിയോ, നിങ്ങൾക്കൊരു ഡൗട്ട് വരും. മാപ്പൊക്കെ പറഞ്ഞ് പഠിക്കുമ്പോൾ നിങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ നോക്കുമ്പോൾ റാങ്ക് ഫയലിലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ മുൻകാലങ്ങളിൽ വന്ന് വെച്ചിട്ടാണ് ഞാനത് ഇവിടെ കൊടുത്തത്. അപ്പൊ നിങ്ങൾ തെക്കും വടക്കൊന്നും പറയണ്ട, മുക്കുറുത്തി ഇതിനോട് ചേർന്ന് നിൽക്കുകയാണ് കരിമ്പുഴയോട്. ഓക്കെ ആണല്ലോ. അതിന്റെ റൈറ്റ് സൈഡിലാണ്, നമ്മൾ മാപ്പ് നോക്കുമ്പോൾ റൈറ്റ് സൈഡിൽ. സൈലന്റ് വാലി അതിന്റെ താഴ്ഭാഗത്തുണ്ട്. അപ്പൊ ഇത് കൊടുത്തപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് സൈലന്റ് വാലിയും അവിടെ കാണാം നിങ്ങൾക്ക്. അപ്പൊ മുക്കുറുത്തി നാഷണൽ പാർക്ക്, സൈലന്റ് വാലി ദേശീയോദ്യാനം എവിടെയുണ്ട്? കരിമ്പുഴയുടെ അപ്പുറം ഇപ്പുറം ഉണ്ട് കേട്ടോ, പഠിച്ചു വെക്കണേ. മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്കിലാണ്, ഞാൻ പറഞ്ഞ നിലമ്പൂരാണ് വരുന്നത്. ന്യൂ അമരമ്പലം ഫോറസ്റ്റ് ഡിവിഷനിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം വരുന്നത്. കരിമ്പുഴ വന്യജീവി സങ്കേതത്തിൽ അധിവസിക്കുന്ന പ്രധാനപ്പെട്ട ആദിവാസി വിഭാഗം PYQ ആണ്. നമ്മൾ ഇതുവരെ പെരിയാറും വയനാടും ഒക്കെ പറഞ്ഞപ്പോൾ ആദിവാസി വിഭാഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ല. ചോദ്യങ്ങൾ വരാത്തതുകൊണ്ടാണ് പറയാറ്. അവിടേക്ക് ഒരുപാട് ആദിവാസി വിഭാഗങ്ങളുണ്ട്. എന്നാൽ ഒരു പ്രത്യേക ആദിവാസി വിഭാഗം അധിവസിക്കുന്ന മേഖലയാണ് കേരളത്തിലെ 18ാമതായി വന്ന ന്യൂ അമരമ്പലം ഫോറസ്റ്റ് ഡിവിഷനകത്ത് വരുന്ന നിലമ്പൂർ താലൂക്കിൽ വരുന്ന കരിമ്പുഴ വന്യജീവി സങ്കേതം. ഓക്കെയാണ്. മുക്കുറുത്തി നാഷണൽ പാർക്കിനെയും സൈലന്റ് വാലി ദേശീയോദ്യാനത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഈ മേഖലയിൽ അധിവസിക്കുന്ന ഗോത്ര വിഭാഗമാണ് ചോലനായ്ക്കന്മാർ. ഇത് PYQ ആണ്. ചോലനായ്ക്കന്മാർ കണ്ടുവരുന്ന കാണപ്പെടുന്ന ആദിവാസി മേഖല കേരളത്തിൽ ഏറ്റവും സാക്ഷരത കുറവുള്ള, കുറച്ചുകൂടി ഉള്ളോട്ട് താമസിക്കുന്ന ജനങ്ങളുമായി ലോകവുമായിട്ട് വലിയ ബന്ധം കുറവുള്ള എന്ന് പറയപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് ചോലനായ്ക്കന്മാർ. ഓർത്തു വെച്ചേക്കുക. ഈ ഒരു വനത്തിനകത്ത്, ഈ ഒരു വന്യജീവി സങ്കേതത്തിനകത്ത് ഒരുപാട് സംരക്ഷിത മൃഗങ്ങളുണ്ട്, ഒരുപാടുണ്ട്. നിങ്ങളുടെ റാങ്ക് ഫയലൊക്കെ ഒരുപാടുണ്ടാവും, നിങ്ങൾ അതൊക്കെ പഠിക്കുക. കുറച്ചെണ്ണം ഞാൻ കൊടുത്തിട്ടുണ്ട്. സന്ധ്യക്കിളിയെ, ഇതൊന്നും കോടാക്കണ്ട, ഇഷ്ടപ്പെട്ട് വായിച്ചാൽ മതി. നീലഗിരി ബ്ലൂ റോബിൻ എന്ന് വിളിക്കും. നമ്മുടെ ബിഗ് ബോസിലെ റോബിൻ അല്ല. കിന്നരി പ്രാപ്പരുന്ത്, ബ്ലാക്കാബാസ, നല്ല വെറൈറ്റി പേരാ. കിന്നരിക്കുക, ബ്ലാക്കാബ്ലാസ, ബ്ലാ 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 എന്നിങ്ങനെ കിന്നരിച്ചുകൊണ്ടിരിക്കും. സന്ധ്യക്ക് ഒരു നീലക്കിളിയോട്, മിസ് കേരളയായ ഒരു നീല സുന്ദരിയോട് സന്ധ്യാ നേരത്ത് ഇങ്ങനെ കിന്നരിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയൊക്കെ ആലോചിച്ച് വെച്ചോ കേട്ടോ. കരിമ്പുഴ ഫോറസ്റ്റിൽ പോയിട്ട് ചോലനായ്ക്കന്മാരുണ്ട്, അവരൊക്കെ കണ്ടുകൊണ്ട് സന്ധ്യാസമയത്ത് കിന്നരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു നീലക്കിളിയോട്. അവൾ മിസ് കേരളയാണ്. മിസ് കേരള എന്ന് പറഞ്ഞ മത്സ്യമുണ്ട്, നീലക്കിളി എന്ന് പറയുന്ന പാറ്റ പിടിക്കാനുണ്ട്. അതായത് നീലഗിരി ഫ്ലൈ ക്യാച്ചർ, കിന്നരി പ്രാപ്പരുന്തുണ്ട്, സന്ധ്യക്കിളിയുണ്ട്. ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക് കേട്ടോ. അപ്പോ നിലമ്പൂർ വന്യജീവി സങ്കേതം, ഈ പറയുന്ന ചോലനായ്ക്കന്മാർ ഉൾപ്പെടുന്ന മേഖല, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ വന്യജീവി സങ്കേതം എന്ന് പറയുന്ന ടോപ്പിക്ക് ഇനിയും കുറച്ചുകൂടി ബാക്കിയുണ്ട്. നമ്മൾ ഒരുപാട് ഇങ്ങനെ നീട്ടി പറയുമ്പോൾ നമ്മൾ സമയം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് അടുത്തൊരു പാർട്ട്, ഒരു 15 മിനിറ്റ് കൂടിയുള്ള പാർട്ട് അപ്ലോഡ് ചെയ്യും. അതുകൂടി നിങ്ങൾ കാണുക. ചിന്നാർ വന്യജീവി സങ്കേതം, ശെന്തുരുണി, ആറളം, കുറിഞ്ഞിമല, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, അപ്പൊ അതിനു മുമ്പായിട്ട് ഞാൻ നിങ്ങളോട് 3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. പെരിയാർ ടൈഗർ റിസർവായി പ്രഖ്യാപിച്ച വർഷം ഏതാണ്? ഒന്നാമത്തെ ചോദ്യം. കൂട്ടുകാർക്ക് അറിയുമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. 1 എന്ന് കമന്റ് ചെയ്തിട്ട്.
രണ്ടാമത്തെ ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ തേക്ക് മരമായ കന്നിമാര സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം ഏതാണ്? മൂന്നാമത്തെ ചോദ്യം, മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്ന വർഷം ഏതാണ്? ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. മലബാർ അറിയുന്നവരാണെങ്കിൽ കമന്റ് ചെയ്യുക. 3 ചോദ്യങ്ങൾക്ക് ഉത്തരം. അപ്പൊ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. കാരണം എന്റെ സൗണ്ടിന് ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ എടുത്തു തീർക്കുകയായിരുന്നു, മൊത്തത്തിൽ അടഞ്ഞു. അപ്പൊ എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്നായിട്ട് പഠിക്കുക. PDF നോട്ട് ഫ്രീ ആയിട്ട് ടെലഗ്രാമിൽ കൊടുക്കും. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ഗുഡ് ബൈ. താങ്ക് യു.